ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഇൻ്റർനെറ്റ് പെട്ടെന്ന് തീർന്നു പോകുന്ന ഒരു ഫീച്ചർ കാണിച്ചു തരാം. നിങ്ങളത് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങളുടെ ഇൻ്റർനെറ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് തീർന്നു പോകുന്നത് തടയാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി കൂടുതൽ കാലത്തേക്ക് സേവ് ചെയ്യാൻ സാധിക്കും. കുറേ സമയത്തേക്ക് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്പീഡ് സ്മൂത്തായിട്ട് ഇതുപോലെ വർക്ക് ചെയ്യുന്ന ആ ഒരു സ്പീഡ് പെർഫോമൻസ് നിങ്ങൾക്ക് കുറവാണെങ്കിൽ നിങ്ങൾക്ക് അതും തിരിച്ചെടുക്കാൻ സാധിക്കും. ഒരൊറ്റ സെറ്റിങ്സാണ്, അത് നിങ്ങൾ മാറ്റം വരുത്തി കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഈ 3 പറയപ്പെട്ട കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഏതാണ് സെറ്റിങ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം. വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ആപ്പ് നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങളുടെ ഏതെങ്കിലും ആപ്പ് ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. ലോങ് പ്രസ് ചെയ്ത് പിടിക്കും. ഇപ്പോൾ ഞാനിവിടെ വാട്സപ്പിൽ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുകയാണ്. അപ്പോൾ ഇതുപോലൊരു സ്ക്രീൻ കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും മുകളിൽ ഒരു ഐ ബട്ടൺ കാണും. ഈ കാണുന്ന ഐ ബട്ടൺ. ചില ഫോണിനകത്ത് ഇത് ആപ്പ് ഇൻഫോ എന്ന് എഴുതിയിട്ടായിരിക്കും കാണാൻ സാധിക്കുക. ചില ഫോണിനകത്ത് ഇതുപോലെ ഐ ബട്ടണാണ് കാണാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിത് വാട്സപ്പിൻ്റെ ഇതുപോലെ ഇൻ്റർഫേസിലേക്ക് വരും. ഇവിടെ ഈ ഒരു സെറ്റിങ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഡാറ്റ യൂസേജ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. ഇവിടെ താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ ഏറ്റവും താഴെ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് നിങ്ങളുടെ ഫോണിലൊക്കെ ഓണായിരിക്കും. ഇതങ്ങ് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആപ്പുകളുടെ ഇൻ്റർനെറ്റും ബാറ്ററി യൂസിങ്ങും അതുപോലെ തന്നെ റാം യൂസിങ്ങും ഒക്കെ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു ആപ്പ് ഡാറ്റ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ അത് ബാറ്ററി ഉപയോഗിക്കുകയോ റൺ ചെയ്യുകയോ ചെയ്യില്ല എന്നുള്ളതാണ് ഈ ഒരു ഭാഗം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഞാൻ വാട്സപ്പാണ് കാണിച്ചത്. വാട്സപ്പിൽ ഒരിക്കലും ഇതുപോലെ ഡാറ്റ യൂസേജിൽ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ ഓഫ് ചെയ്യരുത്, ഓൺ ചെയ്യണം. അതുപോലെ ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആവശ്യമുള്ള ആപ്പുകൾ ഇങ്ങനെ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ ഓഫ് ചെയ്യരുത്. കാരണം വാട്സപ്പിൽ നമുക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരാറുണ്ട്. നമ്മുടെ സുഹൃത്തുക്കൾ മെസ്സേജ് അയക്കുന്നതൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഡാറ്റ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വരിക. അപ്പോൾ ഫേസ്ബുക്കിലൊക്കെ നോട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബാങ്കുമായി ബന്ധപ്പെട്ട ആപ്പുകൾക്കൊക്കെ നോട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജുകൾ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ ഓഫ് ചെയ്യരുത്. അല്ലാത്ത ഏത് ആപ്പ്, ഫോട്ടോ എഡിറ്റിങ്, വീഡിയോ എഡിറ്റിങ് തുടങ്ങിയിട്ടുള്ള നിങ്ങളുടെ ഫോണിനകത്തുള്ള ഇത്തരത്തിൽ നോട്ടിഫിക്കേഷൻ ആവശ്യമില്ലാത്ത എല്ലാ ആപ്പുകൾക്കും നിങ്ങൾ ഈ പറയുന്നതുപോലെ നിങ്ങൾക്ക് ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക, ആപ്പ് ഇൻഫോ ക്ലിക്ക് ചെയ്യുക, ഡാറ്റ ഓഫ് ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ ഓഫ് ചെയ്ത് കൊടുക്കും. പക്ഷേ ഇതിനകത്ത് നമുക്കൊരു ഈസി ആയിട്ടൊരു മാർഗ്ഗമുണ്ട്. നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ കാണാം ആപ്സ് എന്നുള്ള ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് ആപ്പ് എന്നുള്ള ഓപ്ഷൻ ഇല്ലെങ്കിൽ ഇതുപോലെ ആപ്പ് മാനേജ്മെൻറ്റ് എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ ചില ഫോണിനകത്ത് ഈ ഒരു പേരിലായിരിക്കും കാണാൻ സാധിക്കുക. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് എത്താൻ സാധിക്കും. ഇവിടെ ഓരോ ആപ്പുകളും നമ്മുടെ ഫോണിനകത്തുള്ള മുഴുവൻ ആപ്പുകളെയും കാണാൻ സാധിക്കും. ഏത് ആപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റയാണോ നിങ്ങൾക്ക് ഓഫ് ചെയ്യേണ്ടതെങ്കിൽ ആ ആപ്പ് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ കാണാം ഡാറ്റ യൂസേജ് എന്നുള്ള ഓപ്ഷൻ. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് നേരത്തെ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ എന്നുള്ളത് ഓണായിരിക്കും. ഇത് ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് റൺ ചെയ്യേണ്ട അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് നോട്ടിഫിക്കേഷൻ ആവശ്യമില്ല എന്ന് കാണുന്ന ആപ്പുകൾക്ക് ഇത്തരത്തിൽ ഓരോന്നും ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആവശ്യമില്ലാത്ത സമയത്ത് നമ്മുടെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട്, അത് തടയാൻ സാധിക്കും. നിങ്ങളുടെ ഇൻ്റർനെറ്റ് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത് ബാക്ക്ഗ്രൗണ്ട് റൺ ചെയ്യുന്നതും നമുക്കിതിലൂടെ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ബാറ്ററി ഉപയോഗിക്കുകയും നിങ്ങളുടെ റാം ഉപയോഗിക്കുകയും ചെയ്യാതിരിക്കും. റാം ഉപയോഗിക്കുമ്പോഴാണ് ഓരോ ആപ്പുകളും നമ്മുടെ റാം ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്പീഡ് കുറയുന്നത്. അതുകൊണ്ട് റാം ഉപയോഗിക്കുന്നതും ബാറ്ററി ഉപയോഗിക്കുന്നതും ഇൻ്റർനെറ്റ് അമിതമായി ഉപയോഗിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഇതിലൂടെ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.